എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ക്രയോൺസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സ്കെച്ച് പെൻ വെച്ചിട്ട് ചെയ്ത പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കാം, അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് പേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡും യെല്ലോവും ഓറഞ്ചും കൂടെ ഒരുമിച്ചിട്ട് ഇതുപോലെയാണ് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ വേവി ലൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പം ക്രയോൺസ് ആയതുകൊണ്ട് തന്നെ ഇതങ്ങനെ ഡാർക്കായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പേപ്പർ ഇങ്ങനെയാണുള്ളത്. ആ യെല്ലോ തീരെ തെളിഞ്ഞ് കാണുന്നില്ല. എന്നിട്ട് ഞാൻ ഈ പേപ്പറിനെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വരയ്ക്കാൻ ഞാൻ ഗ്രീനാണ് എടുത്തത്. എന്നിട്ട് ഞാൻ ഗ്രീന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇങ്ങനെ വേവി ലൈൻസ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് പാറ്റേൺ പേപ്പർ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡും ബ്ലാക്കും ക്രയോൺസാണ് എടുത്തത്. അതിനെ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഞാൻ സ്കെയിൽ വെച്ചിട്ട് ലൈൻസാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മളിതിങ്ങനെ സ്ട്രെയിറ്റിൽ രണ്ടെണ്ണം ഒരുമിച്ച് പിടിച്ച് കഴിയുമ്പോൾ രണ്ട് കളറിലെ ലൈന് വരും. ഇങ്ങനെ ഒന്നുകിൽ നമുക്ക് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു റെഡ് ലൈൻ പിന്നെ ഒരു ബ്ലാക്ക് ലൈൻ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പം പണി എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഇതേ സംഭവം തന്നെ ഞാൻ നമ്മുടെ പേപ്പർ തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഈ ഒരു ലൈൻസിന് ക്രോസ് ചെയ്തിട്ടും ഇത് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെക്സ് പോലെ കിട്ടും. ഇനി നെക്സ്റ്റ് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വയലറ്റ് കളറും പിങ്ക് കളറുമാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സിംഗിൾ കളർ എടുക്കാം, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഐഡിയാസ് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സ്ക്രാപ്പ് ബുക്കിലും അതുപോലെ ജേർണൽസിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു കളർ വെച്ചിട്ട് ഞാൻ ഇതുപോലെയുള്ള സ്ലാൻഡിങ് ലൈൻസാണ് വരയ്ക്കുന്നത്. അപ്പം ഇതിൽ പിങ്ക് ഒട്ടും കാണുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ പിന്നെ പിങ്ക് മാത്രം വെച്ചിട്ട് സിംഗിളായിട്ട് ഒന്നും കൂടെ വരച്ചെടുത്തതാണ്. നെക്സ്റ്റ് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളറാണ് എടുത്തത്. എന്നിട്ട് ഇതുപോലുള്ള ക്ലൗഡ് ഷേപ്സാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്ലൗഡ് ഷേപ്സാണ് വരച്ച് കൊടുക്കുന്നത്. അടുത്ത പേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ റൗണ്ട് സർക്കിൾ ഷേപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റിലും ഒരു കളർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതും ഞാനിങ്ങനെ റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ സർക്കിൾസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിൽ അവിടെ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതുപോലത്തെ ഒരു സർക്കിൾ, അത് വെച്ചിട്ട് ഈ ഒരു സർക്കിളിനേക്കാളും ചെറിയ സർക്കിൾ ആണ്, നേരത്തെ നമ്മൾ വരച്ച സർക്കിളിനേക്കാളും കുറച്ചും കൂടെ ചെറിയ സർക്കിളാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ പല സൈസിലുള്ള സർക്കിൾസാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്.
അടുത്ത പേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 3 കളേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രോസാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ 3 കളേഴ്സ് ആയതുകൊണ്ട് 3 ലൈൻസ് വെച്ചിട്ടുള്ള ക്രോസാണ് വരിക. വീഡിയോ ക്ലാരിറ്റി ഇല്ലയെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാനിത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ മാക്സിമം ഞാൻ ക്ലിയറായിട്ട് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫുൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഓൾമോസ്റ്റ് 10-12 ഷീറ്റ്സാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് റീടേക്ക് എടുക്കാഞ്ഞത്. ഈ ഒരു പേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ 2 കളേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ക്രോസാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സ് പോലെ ഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ഡോട്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് പേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള കാർഡ്ബോർഡിൻ്റെ ഷീറ്റാണ് എടുത്തത്. അപ്പോൾ കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൻ്റെ ആ മേലത്തെ ഭാഗം ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ കിട്ടും. അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ക്രയോൺസ് വെച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു പ്രത്യേക തരം പാറ്റേണിലുള്ള ഒരു പേപ്പർ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പേപ്പർ ഉണ്ടാക്കാനും ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു സൈഡ് മാത്രമല്ല ഈ പേപ്പറിനെ ഇങ്ങനെയും അതുപോലെ തിരിച്ച് വെച്ചിട്ടും കൂടെ, അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടും നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സ് പോലെയുള്ള പീസസാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പില്ലേ, അതിൻ്റെ ലിഡിൻ്റെ മേലെ ഇങ്ങനെ ഒരു ടെക്സ്ചർ ഉണ്ടായിരുന്നു, ഒരു ഡോട്ട് പോലെ. ആ ഒരു ടെക്സ്ചറിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഗ്രീൻ കളർ വെച്ചിട്ടൊരു പാറ്റേൺ ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചെയറൊക്കെ ഉണ്ടെങ്കിൽ ചെയർ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ടായിട്ടുള്ള ചെയറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ വെച്ചിട്ടും നമുക്ക് പാറ്റേൺസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ അട്രാക്റ്റീവായിട്ട് കാണുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു പാറ്റേണും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ ഏത് പാറ്റേണാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത്. ഇത് ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതൊരു പാൻറ്റിൻ്റെ താഴെയുള്ള ഒരു ഫ്രിൽ വർക്കാണ്. അപ്പം ഇതിൻ്റെ മേലെ ഞാൻ പേപ്പർ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം അത്രയും പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിലും ഒരു പാറ്റേൺ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ട്രേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇംപ്രിൻറ്റ് ചെയ്യാനോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡും നമുക്ക് ട്രൈ ചെയ്യാം. മീൻസ് നമ്മളെ ഡ്രസ്സിലൊക്കെ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
അടുത്തത് ഞാൻ ഇതുപോലത്തെ ടെക്സ്ചറുള്ളൊരു ഡയറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രയോൺസ് വെച്ചിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പ്രിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റ്, അതിൻ്റെ ഗിഫ്റ്റ് റാപ്പറും ഒക്കെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു കൂടുതൽ സന്തോഷമാണല്ലേ. പിന്നെ കിട്ടുന്നവർക്കും അതൊരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ പാറ്റേൺസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പാറ്റേൺ പേപ്പേഴ്സ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഇതിൽ ക്ലിയർ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം ക്ലിയർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.